ഇനിയിപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കയറുകയാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത് വെച്ചത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു തന്ന ഒരു പോയിന്റിൽ കൂടി തുടങ്ങണേ. അതായത് എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളും, ഇന്ന് പറഞ്ഞ വികസിത രാജ്യങ്ങൾ എല്ലാം തന്നെ അവരുടെ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ഒരു കോമൺ, ഈ രാജ്യങ്ങൾ സാവധാനം പുരോഗമിച്ചപ്പോൾ ദർ വാസ് എ ഗ്രാജുവൽ ഡിക്ലൈൻ. അപ്പൊ കാർഷിക മേഖലയിൽ നിന്നുള്ള അവരുടെ സംഭാവന കുറഞ്ഞു വരികയും നേരെ മറിച്ച് അതനുസരിച്ച് ദർ വാസ് സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഇൻഡസ്ട്രി. അപ്പോൾ കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങൾ കുറയുകയും വ്യവസായ മേഖലയുടെ ഉൽപ്പന്നങ്ങൾ കൂടുകയും ചെയ്തു. അത് എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളും അവരുടെ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണിത്. അത് ഏകദേശം 1950 ഈ രാജ്യങ്ങളെല്ലാം ഏകദേശം ഈ വ്യവസായിക മേഖലയുടെ വളർച്ചയിൽ ഏകദേശം സാച്ചുറേറ്റഡ് ആയി. അതിനുശേഷമാണ് അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് ടേഴ്സറി സെക്ടറിലേക്ക് ഫ്രം ദെൻ അതിനുശേഷമാണ് ദ സർവീസ് മേഖലയിലേക്ക് ഒരു കൂടുതലായിട്ട് കടക്കുന്നത്. ദ ഷെയർ ഓഫ് ദ സർവീസ് സെക്ടർ ദ ടോട്ടൽ ഔട്ട്പുട്ട് അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് വർദ്ധിക്കുകയും അതുപോലെ തന്നെ മറ്റ് നമ്മൾ പറഞ്ഞ പോലെ കാർഷിക മേഖലയുടെയും വ്യവസായിക മേഖലയുടെയും കോൺട്രിബ്യൂഷൻ ഏകദേശം സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചെയ്തു. ഇന്ത്യ നമ്മൾക്കറിയാം ഒരു പ്രിഡോമിനന്റ്ലി ഒരു അഗ്രേറിയൻ രാജ്യമാണ്, ഒരു കാർഷിക രാജ്യമാണ്. അപ്പം ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ ധാരാളമായിട്ട് കുറെ ട്രഡീഷണൽ ആയിട്ട് ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ടായി. ഏറ്റവും കൂടുതലായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരുന്ന വെച്ചാൽ ഒരു മേഖലയാണ് ജനങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. മനസ്സിലായോ? പിന്നെ വേൾഡ് വൈഡ് മാർക്കറ്റാണ് ഈ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കിട്ടിയിരുന്നത്. ദെൻ കോട്ടൺ, സിൽക്ക് ഫാബ്രിക്സ്, ദെൻ കാലിക്കോസ് മീൻസ് ഇതുപോലെ തന്നെ ഒരു ഹൈലി ഡിസൈൻഡ് കോട്ടൺ ഫാബ്രിക് ആണിത് കാലിക്കോസ് എന്ന് പറയുന്നത്. ദെൻ വുഡൻ ഹാൻഡിക്രാഫ്റ്റ്സ്, ദെൻ സം ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഇതായിരുന്നു പ്രധാനമായിട്ട് നമ്മളുടെ സ്വന്തമായിട്ടുള്ള രാജ്യത്തിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വസ്തുക്കളാണ് അവർ മറ്റു രാജ്യത്തിലേക്ക് കയറ്റി അയച്ചിരുന്നു വെച്ചത്. പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് അവർ കയറ്റി അയച്ചുകൊണ്ടിരുന്നു വെച്ചത്. ദെൻ പക്ഷേ ബ്രിട്ടീഷുകാരുടെ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യയുടെ റിച്ച് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രിയെ അവർ തകിടം മറിക്കാൻ നോക്കി. മനസ്സിലായോ? അവർ ഇറ്റ് വാസ് എ സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ. കാരണം ഈ മോസ്റ്റ് ഓഫ് ദ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അപ്പൊ മിക്ക ഈ കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ കാലിക്കോസ് ആൻഡ് സിൽക്ക് ഫാബ്രിക്സ്, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇതെല്ലാം വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു വെച്ചത് ബ്രിട്ടനിലാണ്. അപ്പൊ അവർക്ക് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ധാരാളം അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം. ഇൻഡിഗോ വേണം, നീലം, കളർ മുക്കുന്നതിന് വേണ്ടിയിട്ട് നീലം വേണമായിരുന്നു. അപ്പോ ഈ കൂടുതൽ ആളുകൾ ഹാൻഡിക്രാഫ്റ്റ്സ് മേഖലയിൽ ജോലി ചെയ്തപ്പോൾ അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ പൂർണ്ണമായിട്ട് തകർക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ജോലി ഇല്ലാതെയായി. ദേ ഹാഡ് ടു കം ബാക്ക് ടു ദ റൂറൽ ഏരിയസ്. അവർ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് ദേ ബിക്കേം ലാൻഡ്ലെസ് ലേബറേഴ്സ്. അത്ര സ്കിൽഡ് ഒന്നും അല്ല, എന്നാലും ദേ ബിക്കേം ലാൻഡ്ലെസ് ലേബറേഴ്സ്. അപ്പൊ പിന്നെ ബ്രിട്ടീഷുകാരുടെ നയം വേറെ ഒന്നും ആയിരുന്നില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കയറ്റി എടുക്കുക. അവിടെ ഈ ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബ്രിട്ടനിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യുക, അത് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെക്കുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ആ നയത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വ്യവസായ സ്ഥാപനങ്ങളെ കാര്യമായിട്ട് ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല വ്യവസായിക നയങ്ങളും അവർ ആഹ്വാനം ചെയ്തു. അതിനെ പറഞ്ഞത് IPR മീൻസ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇനിയിപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 5 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 1948. അത് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ ഏകദേശം ഒരു ഫൗണ്ടേഷനാണ്. അതിനുശേഷം 1908 വർഷം കഴിഞ്ഞപ്പോൾ 1956 വേറൊരു വ്യവസായിക നയം കൊണ്ടുവന്നു.
56 കഴിഞ്ഞിട്ട് 1977 ഇന്ത്യയുടെ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വരും, ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും അങ്ങനെ 1977 അവർ പുതിയ ഒരു വ്യവസായിക നയം കൊണ്ടുവരികയും ചെയ്തു. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും പുതിയ ഒരു ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിനകത്ത് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പുള്ള 48-ലെ 56-ലെ വ്യവസായിക നയങ്ങളായിട്ട് ഏകദേശം ഒത്തുയോജിച്ചു പോകുന്നതാണ്. വീണ്ടും 1980 നിങ്ങൾക്കറിയാം, എമർജൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രിയായിട്ട് പൂർവാധികം ശക്തിയോടെ തന്നെ കേന്ദ്രത്തിൽ അധികാരമേൽക്കുകയും അപ്പോൾ അവർ വീണ്ടും ഒരു വ്യവസായിക കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് നേതൃത്വത്തിൽ വീണ്ടും ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ടുവന്നു. അത് 1980-ലാണ്. പിന്നെ നമ്മൾക്കറിയാം 1980 തൊട്ട് 90 വരെ 10 വർഷം അങ്ങനെയാണ് പോയി. പിന്നെ നമ്മൾക്ക് കൊണ്ടുവന്നത് ഏതാണ്? 1990 ശേഷമുള്ള നമ്മളുടെ ഇക്കോണമി LPG ലിബറലൈസ്ഡും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉൾപ്പെടുത്തിയപ്പോൾ നമ്മളുടെ നിലവിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസിക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ട ആവശ്യകത അവിടെ വരികയും അങ്ങനെ ഗവൺമെന്റ് 1991 പുതിയ ഒരു വ്യവസായിക നയം കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ഇതിന്റെ ജിസ്റ്റ്, ഇതിന്റെ ഉള്ളടക്കം ഇതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 1948 വ്യവസായിക നയം. ഓക്കെ, ആദ്യമായിട്ട് ഡിവിഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളെ യഥാർത്ഥത്തിൽ 4 അവർ തരംതിരിച്ചു. ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ആംസ്, അമ്യൂണിഷൻസ്, അറ്റോമിക് എനർജി, റെയിൽ, ട്രാൻസ്പോർട്ട് ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം അവർ വെച്ചു. അതിനെ തുടങ്ങാനായിട്ടുള്ള അത് നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള അധികാരം അത് അവർക്ക് തന്നെയായിരുന്നു. രണ്ടാമത്തേത് സെക്കൻഡ് കാറ്റഗറിയിൽ കോൾ, അയൺ ഓർ, സ്റ്റീൽ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഷിപ്പ് ബിൽഡിംഗ് എക്സെട്ര ഇതെല്ലാം അവര് രണ്ടാമത്തെ കാറ്റഗറി കൊണ്ടുവന്നു. ഈ മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേന്ദ്ര ഗവൺമെന്റ് തന്നെയായിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് വൺ. ദെൻ തേർഡ് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. പക്ഷെ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അന്നെല്ലാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മളുടെ രാജ്യത്തിന്റെ വ്യവസായിക നയം, ഇക്കണോമിക് നയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയ്ക്ക് അവർ വിട്ടുകൊടുത്തെങ്കിലും it has to be operated subject to the planning and regulation of the central government. സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടു കൂടിയും സെൻട്രൽ ഗവൺമെന്റിന്റെ റെഗുലേഷൻ, നിയന്ത്രണത്തോടും കൂടിയും ആസൂത്രണത്തോടും കൂടി മാത്രമേ സ്വകാര്യ മേഖലയ്ക്ക് ഈ മൂന്നാമത്തെ കാറ്റഗറി വ്യവസായ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാമാണ് എന്തെല്ലാം ഇൻഡസ്ട്രീസ് ആണ്? ഓട്ടോമൊബൈൽ, ട്രാക്ടേഴ്സ്, പ്രൈം മൂവേഴ്സും, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, നോൺ ഫെറസ് മെറ്റൽസ് എക്സെട്ര. അതുകൂടാതെ ദ ഫോർത്ത് കാറ്റഗറിയിൽ ബാക്കിയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഇറ്റ് വാസ് ഓപ്പൺ ടു പ്രൈവറ്റ് എന്റർപ്രൈസ് വിത്ത് എ പ്രൊവിഷൻ ദാറ്റ് ഇഫ് എനി ഇൻഡസ്ട്രീസോട് ഇനി ബാക്കിയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു. പക്ഷെ അവിടെ ഒരു വാർണിംഗ് കൊടുത്തു. ഏതെങ്കിലും കാരണവശാൽ ഈ മേഖലയിലെ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ ഈ വ്യവസായ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആദ്യത്തെ അപ്പൊ വ്യവസായങ്ങളെ 4 തരംതിരിക്കുന്നതാണ്. രണ്ടാമത്തത് റോൾ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ഇപ്പൊ ഫോറിൻ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ മൂലധനത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കുറവായിരുന്നു. അത് കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക്, അതായത് വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അവരുടെ മൂലധനം കൊണ്ടുവരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരു കേസിലും ഈ വിദേശ സ്ഥാപനങ്ങളുടെ കൈവശമായിരിക്കരുത് ഈ ഇന്ത്യയിൽ നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? 51% ഷെയർ എങ്കിലും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലായി അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ കീഴിലായിരിക്കണം. 40% ഓഹരികൾ മാത്രമേ വിദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ കൈവശമായിട്ട് വെക്കാൻ സാധിച്ചിരുന്നുള്ളൂ. റോൾ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്. നമുക്കറിയാം റോൾ ഓഫ്, ഇനി ഇതിനകത്ത് പറയുന്നുണ്ട്, വലിയൊരു ചാപ്റ്റർ തന്നെ ഇതിനകത്തുണ്ട്, കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട കുടിൽ വ്യവസായ സ്ഥാപനങ്ങൾ, അതിന്റെ പ്രത്യേകിച്ച് ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷനും പിന്നെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം കൊണ്ട്
ലോക്കൽ ഈ കുടിൽ വ്യവസായവും അതുപോലെ തന്നെ ചെറുകിട വ്യവസായവും ഇതെല്ലാം ഏറ്റവും കൂടുതലായിട്ട് അതാത് പ്രദേശത്തുള്ള അസംസ്കൃത പദാർത്ഥങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം കൊണ്ടും കൂടുതൽ തൊഴിൽ കൊടുക്കാനായിട്ടുള്ള പ്രാധാന്യം കൊണ്ടും ഈ വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ച് അവർ ആ സമയത്ത് കൂടുതലായിട്ട് അവർ പരാമർശിച്ചിട്ടുണ്ട്. അടുത്തത് ലേബർ പോളിസി 48 തൊട്ട് സ്ട്രെയിൻഡ് ആയിട്ട് ലേബർ റിലേഷൻസ് ഉണ്ടെങ്കിൽ മുതലാളികളും തൊഴിലാളികളും തമ്മിൽ, അല്ലെങ്കിൽ ഇത് വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരും തൊഴിലാളികളും തമ്മിൽ സ്ട്രെയിൻഡ് ആയിട്ട് റിലേഷൻസ് ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? there should be a harmonious relation, ഒരു കോർഡിയൽ ആയിട്ട് റിലേഷൻ വേണം ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്, a policy of fair wages and labor participation in management. അപ്പൊ ഇവർക്ക് ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കണം, നല്ല ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കണം. ഇത് കൂടാതെ തൊഴിലാളികളെ മാനേജ്മെന്റിനെ ഭാഗമാക്കുകയും ചെയ്യണം. ഇതെല്ലാം അന്നത്തെ ഫോളോ അപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. വിത്തിൻ ദിസ് above ഫ്രെയിംവർക്ക്, മനസ്സിലായോ? ഇറ്റ് വെന്റ് ഫോർ 8 years. ഇവിടെ തെറ്റാണ് കേട്ടോ. ഇത് 1948 അല്ല. 48 നമ്മൾ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി തുടങ്ങി. പിന്നെ രണ്ടാമത്തേത് 8 വർഷം കഴിഞ്ഞിട്ട് 56 ഇപ്പൊ 48 തൊട്ട് ഇവിടെ 1948 അല്ല 56 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി 8 years കഴിഞ്ഞ ശേഷം 48 ശേഷം 1956 പുതിയ വ്യവസായിക നയം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 51-56 നമ്മൾ പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് 1951 ദി എനാക്ട്മെന്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1951 പാസ്സാക്കി. ദെൻ അഡോപ്ഷൻ, നമ്മളുടെ ഭരണഘടനയുടെ നമ്മളുടെ പ്രിയാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ എന്തുണ്ടാക്കി? അഡോപ്ഷൻ ഓഫ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. നമ്മളുടെ ആസ് എ ഗോൾ ഓഫ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ല, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട്. മനസ്സിലായോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്. ഇത് എല്ലാത്തിനും അതിന്റെ അർത്ഥമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻ എടുത്ത് തീർക്കാൻ പറ്റൂല. ഇപ്പൊ സോഷ്യലിസ്റ്റിക് പാറ്റേൺ, നമ്മൾ ക്യാപിറ്റലിസത്തോട് പോയില്ല. അതിനുശേഷം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാപിറ്റലിസം അല്ല, സോഷ്യലിസം അല്ല, കമ്മ്യൂണിസം അല്ല, പക്ഷെ നമ്മൾ ഒരു മിഡ് പാത്ത് എടുത്ത് അതിന് നമ്മുടെ രാജ്യത്തിന് ഷെഡ്യൂൾ ബി, അത് കഴിഞ്ഞിട്ട് ഇൻ ദ സെക്കൻഡ് കാറ്റഗറി ഷെഡ്യൂൾ ബി, industries which were government owned and in which the private sector enterprise were expected to supplement the efforts of the government were included. അപ്പോ ബാക്കിയുള്ള ഇനിയിപ്പോ ബി കാറ്റഗറിയിൽ വ്യവസായ സ്ഥാപനങ്ങൾ അത് ഗവൺമെന്റ് ഓണ്ടായിരിക്കും. പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ പങ്കാളിത്തം വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഏതെല്ലാമാണ്? government efforts, supplement. The main effort should be from the government owned and the private sector enterprises were expected to supplement the efforts of the government. സപ്ലിമെന്റും അവർക്ക് ഗവൺമെന്റ് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് വേണമെങ്കിൽ ഒത്തൊരുമിച്ചും വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പൊ ഓൾ മിനറൽസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ കാറ്റഗറി, ആന്റിബയോട്ടിക്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാം എന്ന് വിചാരിക്കുന്നത്. ദേ വെർ ഇൻക്ലൂഡഡ് ഹിയർ. സെൻട്രൽ ഗവൺമെന്റ് വുഡ് എസ്റ്റാബ്ലിഷ്. ഈ മേഖലയിൽ ആർക്കെങ്കിലും പുതിയതായിട്ടുള്ള ഇത് തുടങ്ങണമെങ്കിൽ അത് അനുവദിക്കില്ല. കാരണം നിലവിലുള്ള സാധനം അവർക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. പക്ഷെ പുതിയ but would also allow the private sector to set up new units or expand existing ones. And then the central government would establish new units, increasing its participation in these industries, but also allow ഇവിടെ ഇതോടെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വേണമെങ്കിൽ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇത് കൂടാതെയാണ് സി കാറ്റഗറിയിൽ, അതായത് കാറ്റഗറി സി ഇൻഡസ്ട്രീസ് അഥവാ ഏതെങ്കിലും എയിലോ ബിയിലോ ലിസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സ്വകാര്യ വ്യക്തികൾക്ക്, ഇൻഡസ്ട്രീസ് ഇതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയും then although the government and the public sector could, ഇവിടെ ഗവൺമെന്റ് തിരിച്ച് നേരത്തെ സ്വകാര്യ വ്യക്തികൾക്ക് ഇത് മേഖലയിൽ ഗവൺമെന്റ് ആയിട്ട് സഹകരിക്കാം, ഇവിടെ ഗവൺമെന്റ് വേണമെങ്കിൽ സ്വകാര്യ വ്യക്തികളായിട്ട് സഹകരിക്കുകയും ചെയ്യാം.
കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ദെൻ മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും മ്യൂച്വൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാതെ, മത്സരിക്കാതെ, മനസ്സിലായോ, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായിരിക്കണം. ഡിപ്പെൻഡൻസ്, ആശ്രിതത്വം ഉണ്ടായിരിക്കണം. ദ ഗവൺമെന്റ് സെക്ടർ ദേ വർ മ്യൂച്വലി ഡിപ്പെൻഡന്റ് റാദർ ദാൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. രണ്ടുപേരും പരസ്പര ധാരണയില്. അപ്പൊ 4 പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, റെയിൽവേസ്, ആറ്റോമിക് എനർജി, ട്രാൻസ്പോർട്ട്. ദ പ്രൈവറ്റ് സെക്ടർ കുഡ് ഓപ്പറേറ്റ് ഇൻ എനി ഏരിയ റിസർവ്ഡ് ഫോർ ദ സ്റ്റേറ്റ്. ബാക്കിയുള്ള 17 ഗവൺമെന്റിന് വേണമെങ്കിൽ, സ്വകാര്യ വ്യക്തികൾക്ക് വേണമെങ്കിൽ അവർക്ക് ഏത് സംരംഭങ്ങളും തുടങ്ങാനായിട്ടുള്ള അവകാശമുണ്ട്. ദ ഗവൺമെന്റ് അതുപോലെ തിരിച്ചുണ്ട്. ദ ഗവൺമെന്റ് ടു കുഡ് എൻ്റർ ദ കാറ്റഗറി സി. നമ്മൾ പോലെ എയിലും ബിയിലും പെടാത്ത ഏതെങ്കിലും കാറ്റഗറിയിലുള്ള വ്യവസായ സ്ഥാപനം സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. സ്വകാര്യ വ്യക്തികൾക്ക് കൂടി വേണമെങ്കിൽ ഗവൺമെന്റ് വേണമെങ്കിൽ അതിനകത്ത് പ്രവേശിക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. 1956 നമ്മൾ പറഞ്ഞ പോലെ 48 വ്യാവസായിക നയമാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള വ്യാവസായിക നയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അതിനോടുകൂടി ചേർക്കുന്ന ഒരു വ്യവസായ നയങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെയും ഇതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ സെക്ടറിന്റെ പ്രാധാന്യം നമ്മൾ ഗണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ദ ഇമ്പോർട്ടൻസ് for creating job opportunities and ensuring a more equitable distribution of income and wealth. ഗ്രാമപ്രദേശത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുമ്പോൾ അസമത്വം ഒരു പരിധി വരെ ഒഴിവാക്കും. അപ്പൊ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, റീജിയണൽ ഡിസ്പാരിറ്റി കുറയും. അതേപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യും. ഇവിടെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഈവൻ ദോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം വേജസ് കുറവാണെങ്കിൽ പോലും കാർഷിക മേഖലയിൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാർഷിക മേഖലയിൽ കൂടുതലുള്ള തൊഴിലാളികൾ കൂടുതലാണ്. പക്ഷേ ഇതുകൊണ്ട് പലപ്പോഴും സർപ്ലസ് ലേബറാണ്. അപ്പോൾ അവർക്ക് ഈ മേഖലയിൽ, ഈ ചെറുകിട വ്യവസായ മേഖലയിൽ അവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വേജസ് ഈവൻ ദോ ഇറ്റ് ഈസ് മീഗർ ഇൻകം, അവർക്കൊരു നല്ലൊരു ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും ഇവർക്ക് കിട്ടുന്ന വരുമാനം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ദ സ്റ്റേറ്റ് വുഡ് ഹെൽപ്പ് ദി സെക്ടർ ഫോളോയിങ് ഡിഫറൻഷ്യൽ ടാക്സേഷൻ പോളിസി. നമുക്കറിയാലോ, ചെറുകിട വ്യവസായങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ ടാക്സ് റിബേറ്റ് കൊടുക്കും. അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ഈസ് ഹോളി എക്സെപ്റ്റഡ് ഫ്രം ടാക്സേഷൻ. അങ്ങനെ വരുമ്പോൾ സ്മോൾ സ്കെയിൽ സെക്ടർ ഡയറക്റ്റ് സബ്സിഡീസ് കൊടുക്കും. ദെൻ ചില ചെറുകിട വ്യവസായങ്ങൾക്ക് അവരുടെ വ്യവസായ സ്ഥാപനം കുറച്ചും കൂടെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഗവൺമെന്റ് ചിലപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം എന്താണ്? റിഡക്ഷൻ ഓഫ് റീജിയണൽ, പ്രാദേശിക തലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വരുമാനത്തിലുണ്ടാകുന്ന വ്യത്യാസം, പുരോഗതിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം ഇതുകൊണ്ട് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബൈ ഇംപ്രൂവ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് പവർ ഇൻ ദ ബാക്ക്വേർഡ് റീജിയൻസ്. നല്ല റോഡുകൾ വരും, അതുപോലെ തന്നെ പവർ ഫെസിലിറ്റീസ് ഒക്കെ വരും, ബാക്ക്വേർഡ് റീജിയൻസിൽ വരും. ഇറ്റ് വിൽ റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അല്ലെങ്കിൽ എന്താ, പല ഗ്രാമങ്ങളും മെയിൻ ലാൻഡിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് നിൽക്കുക. അവർക്ക് നല്ല റോഡ് ഉണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. ഇപ്പോഴും ഉണ്ട് ധാരാളം ഗ്രാമങ്ങൾ, പവർ എത്താത്ത ധാരാളം ഗ്രാമങ്ങളുണ്ട്. വലിയ കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്നാണ് ജലദൽ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി. അതായത് എല്ലാവർക്കും വെള്ളം കൊടുക്കുക. ഇതെല്ലാം ഇപ്പം സ്റ്റക്കായിട്ട് കിടക്കുന്നത്. ഏതോ ഒരു സ്ഥലത്ത് അതിൻ്റെ ഫയല് സ്റ്റക്കായിട്ട് കിടക്കുന്നത്. മണ്ണിൽ കൂടി കുഴിച്ചിട്ടിന് പോയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പല വീട്ടുകാർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഇൻഡസ്ട്രിയൽ പീസ്, ഇതാണ് സോഷ്യലിസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യലിസ്റ്റിക് ഡെമോക്രസിയാണ്. ഡെമോക്രസി, ലേബർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഡെവലപ്മെന്റ് പ്രോസസ്. അപ്പം ഇൻഡസ്ട്രിയൽ പീസ് അല്ലേ, വ്യവസായിക അന്തരീക്ഷം സമാധാനപരമാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുടെ ലിവിങ് കണ്ടീഷൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സ്കിൽ ഫോർമേഷൻ എന്താണ്? നമുക്കറിയാം, മാനേജീരിയൽ പേഴ്സണും സ്കിൽഡ് ടെക്നിക്കൽ, there is a shortage of skilled technical and managerial personnel in the country and hence there was a need to set up ധാരാളമായിട്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സസ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കൊടുക്കുക. മനസ്സിലായോ? ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഫ്ലോപ്പായിപ്പോയി. ഇപ്പം 38%, കേരളത്തിൽ തന്നെ ഏകദേശം 160-175 ഇതുണ്ടായിട്ട് ഇപ്പോൾ 150, ബാക്കിയെല്ലാം പൂട്ടിപ്പോയി.
എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിന്നെ സീറ്റിലൊക്കെ ആരുമില്ല. ഇപ്പോൾ അവർ പുതിയൊരു നയം കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അതായത് മിനിമം 45% ഫിസിക്സിനും മാത്സിനും 45% മാർക്ക് ഉണ്ടെങ്കിൽ എൻട്രൻസ് എഴുതിയേച്ചാൽ മതി, എൻട്രൻസിൻ്റെ മാർക്ക് നോക്കണ്ട, സീറ്റ് ഫില്ല് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അപ്പം വി ക്യാൻ ഓൾസോ ഇമാജിൻ ദ പ്രൊഡക്റ്റ് വിച്ച് വി ഗെറ്റ് ഹൈലി ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം അവർ ഇതൊന്നുമല്ല. തമിഴ്നാട് നേരത്തെ മനസ്സിലാക്കി, ദേ സ്റ്റാർട്ടഡ് എ ലോട്ട് ഓഫ് TTCs, ടെക്നിക്കൽ ടീച്ചർ ട്രെയിനിങ് സ്ഥാപനങ്ങൾ തുടങ്ങി, അതുപോലെ പോളിടെക്നിക്കുകൾ തുടങ്ങി, ITI തുടങ്ങി. എന്താണ് അപ്പോൾ തമിഴ്നാട് വിൽ ബിക്കം വൺ ഡേ ദ ഹബ് ഓഫ് ലേബർ സപ്ലൈ. എന്തെങ്കിലും നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ എഞ്ചിനീയേഴ്സ് ഹു ആർ കമ്മിങ് ആൻഡ് അറ്റൻഡിങ് ടു ഇറ്റ്. പക്ഷേ ടെക്നീഷ്യൻസ് ആണ് പറയുന്നത്. ടെക്നീഷ്യൻസിൻ്റെ ക്വാളിഫിക്കേഷൻ പോളിടെക്നിക്കാണ് അല്ലെങ്കിൽ ITI ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ആവശ്യത്തിനുള്ള സ്കിൽ ഫോർമേഷൻ നടത്തുക. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ നമുക്കറിയാം 1946 പോലെ തന്നെ ഫോറിൻ പോളിസിയാണ്. പക്ഷേ യാതൊരു കാരണവശാലും വിദേശ രാജ്യത്തിനോ വിദേശ സ്ഥാപനങ്ങൾക്കോ ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല. ദേ ക്യാൻ ബി ഷെയർ ഹോൾഡേഴ്സ്, ബട്ട് നെവർ ദ മേജർ ഓണർഷിപ്പ് ഷുഡ് ബി ഇൻ ദ ഇന്ത്യൻ ഹാൻഡ്സ്. അപ്പോൾ 1956 ഈ വ്യവസായി IPR മീൻസ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, ദേ ഡിഡ് നോട്ട് ഗെറ്റ് എ ഫേവറബിൾ റെസ്പോൺസ് ഫ്രം ദ പ്രൈവറ്റ്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ല. വൈ? കാരണം ദേ വെർ അപ്രൻസീവ് ഓഫ് ദ മേജർ റോൾ ടു ബി പ്ലേഡ് ബൈ ദം. കൂടുതൽ പൊതുമേഖലയ്ക്കാണ് അവർ കൊടുത്തത്. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും പുതിയ വെഞ്ചർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത് ഗവൺമെൻറ് ഏറ്റെടുക്കും. നമുക്കറിയാലോ 1956 കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം 1969 ആദ്യമായിട്ട് സ്വകാര്യ ബാങ്കുകൾ, ആദ്യം 14 സ്വകാര്യ ബാങ്കുകൾ ദേശാൽക്കരണം നടത്തി. അതിനുശേഷം 6 കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ദേശാൽക്കരണം നടത്തി. അങ്ങനെ 20 ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകളെ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. ഇപ്പം അത് നേരെ തിരിച്ചായി. ഇപ്പം പല ബാങ്കുകൾ, ഇപ്പോൾ IDBI നൗ സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ. മനസ്സിലായോ? ഇന്ത്യയിൽ ധാരാളം ബാങ്കുകളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അത് അവർ ഒന്ന് ക്ലസ്റ്റർ ചെയ്ത്, ചില ബാങ്കുകൾ നോൺ പെർഫോമിംഗ് ആയിട്ട് ബാങ്കുകൾ അവർ ക്ലസ്റ്റർ ചെയ്ത് ഒന്നാക്കി മേജർ ബാങ്കിൻ്റെ കീഴിലാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ കീഴിൽ ദേന ബാങ്ക്, അതുപോലെ തന്നെ വേറെ എന്തൊരു ബാങ്ക് ആക്കി, യൂണിയൻ ബാങ്കിൻ്റെ കീഴിൽ വേറെ ബാങ്കുകളാക്കി. അങ്ങനെ ചില ബാങ്കുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കുറച്ചുകൊണ്ട് വരികയും അതുപോലെ തന്നെ ഗ്രാജുവലായിട്ട് ഈ ബാങ്കുകളെല്ലാം ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. Now it is being given to the private sector. The criticism resolution did not take place consideration. Okay. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1977. ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ കാണും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. കോൺഗ്രസ് ഇതര ഗവൺമെൻറ്, ജനതാ ഗവൺമെൻറ് മൊറാർജി ദേശായിയുടെ കീഴിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അവർ ഇലക്ഷനെ അവർ ഫേസ് ചെയ്ത് ബീഹാറിൽ നിന്നൊരു നേതാവാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ഒന്നിച്ചു ചേർന്ന് അന്നത്തെ മൊണോപ്പൊളി ഗവൺമെൻറ്റായിട്ട് കോൺഗ്രസിനെ അവർ പരാജയപ്പെടുത്തി. ഇന്ദിരാഗാന്ധിക്ക് പോലും അവർക്ക് കെട്ടിവെച്ച പൈസ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ചിക്മംഗ്ലൂരിൽ നിന്ന് ഇലക്ഷനിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. മനസ്സിലായി? അങ്ങനെ പുതിയൊരു ഗവൺമെൻറ് വന്നു, മൊറാർജി ദേശായി. പക്ഷേ നമുക്കറിയാലോ, തയ്ച്ച് ഉണ്ടാക്കിയ പല ഐഡിയോളജിയുള്ള പാർട്ടികളിൽ നിന്നുള്ള ഒരു നേതാക്കന്മാർ എല്ലാവർക്കും പ്രൈം മിനിസ്റ്റർ ആകണം, എല്ലാവർക്കും നേതാക്കന്മാരാകണം. അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിൽ അടിച്ച് ഏകദേശം 19 മാസം മാത്രമേ നിന്നുള്ളൂ. 1980 ആയപ്പോൾ വീണ്ടും ഇന്ദിരാഗാന്ധി പൂർവാധികം ശക്തിയോടുകൂടെ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി അധികാരമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് 1977. ഇവിടെ ഇന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. കാരണം എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോട്ടേജ്, കുടിൽ വ്യവസായം, ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്. ഇവരാണ് ഏറ്റവും കൂടുതലായിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ഓൺ എ വൈഡർ സ്കെയിലിൽ കൊടുക്കുന്നത്, അത് മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ മിക്കവാറും ലോക്കൽ മെയ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങളും ലോക്കലിൽ നിന്നും കിട്ടുന്ന കൊട്ട നെയ്ത്ത്, പനമ്പ് നെയ്ത്ത്, ഇതുപോലത്തെ എല്ലാം ചട്ടി ഉണ്ടാക്കൽ, ഇതെല്ലാം ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിൽ. ഇതുകൂടാതെ ടൈനി ഇൻഡസ്ട്രീസ് ഉണ്ട്.
ടൈനി ഇൻഡസ്ട്രീസ് മീൻസ് എന്താണ് അപ് ടു 1 lakh ആണ്. എന്താണ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് മെഷീനറി ഏകദേശം 1 lakh വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇതില്ല ടൈനി സെക്ടർ എന്ന് പറയും. അതിനുശേഷം ഇതെല്ലാം പ്രധാനമായിട്ടും പലപ്പോഴും സ്ഥാപിതമായിരിക്കുന്നത് ടൗണുകളിലും അടുത്തുള്ള സിറ്റികളിലുമാണ്. പക്ഷേ പോപ്പുലേഷൻ 50,000 താഴെയായിരിക്കും. ഇത് കൂടെയാണ് SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. മനസ്സിലായോ? SSI എന്നുകൊണ്ട് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ച് SSI എന്ന് പറയാൻ വിട്ടുപോയി. അവസാനം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ റോൾ പ്ലേഡ് ബൈ ദ SSI എന്ന് പറഞ്ഞിട്ട് ഒരുമാനപ്പെട്ട കുട്ടികൾ ഒന്നും തന്നെ എഴുതിയില്ല. കാരണം ദേ ഡിഡ് നോട്ട് നോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈനി സെക്ടർ. ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്? 10 ലക്ഷം വരെ മുതൽമുടക്കുള്ള വ്യവസായ സ്ഥാപനങ്ങളെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയും. ആൻഡ് in case the ancillaries with an investment of up to 15 lakhs. Ancillary industries means the supporting industries എന്ന് വേണമെങ്കിൽ പറയാം. സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ഒരു പിന്നെ ഹോസ്പിറ്റലിൽ ഇതിനകത്ത് ഞാൻ ആൻസിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിക്കുന്നത്, മെയിൻ യൂണിറ്റിനെ സഹായിക്കുന്നത്. ചിലപ്പോൾ ആൻസിലറി ഇൻഡസ്ട്രീസ് ആയിരിക്കും ചിലപ്പോൾ മേജർ ആയിട്ടുള്ള വൻകിട വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ മേജർ ആയിട്ടുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ബൈ പ്രൊഡക്ട്സ് ആയിരിക്കും പല ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ എന്താണ് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിന് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും പരസ്പരമായിട്ട് അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ, ഇതാണ് അവർ കൊണ്ടുവന്നത്. പ്രൊപ്പോസ് ടു ബി പ്രൊവൈഡ് ഓൾ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും റിക്വയർഡ് ബൈ ദ സ്മോൾ സ്കെയിൽ ഓൺട്രപ്രണേഴ്സ് മീൻസ് സംഘാടകർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, മണി ഈസ് ദ പ്രോബ്ലം, ക്യാപിറ്റൽ ഈസ് ദ പ്രോബ്ലം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വിങ് IDBI മീൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെപ്പറേറ്റ് വിങ് ഇവർക്ക് ആവശ്യമായിട്ട് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായി. അതേപോലെ തന്നെ ഖാദി ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഇതെല്ലാം ഗ്രാമപ്രദേശത്തിലുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു കമ്മീഷൻ പ്രപ്പോസ് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷൻ. ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഫുഡ്വെയറിൽ സോപ്പുകൾ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ്, അതിൻ്റെയൊക്കെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക. സ്ട്രെസ് വാസ് ഗിവൺ ടു ഡെവലപ്പ് ആൻഡ് അപ്ലൈ സ്യൂട്ടബിൾ ടെക്നോളജി ഇൻ ദിസ് സെക്ടർ. അപ്പോൾ ഈ മേഖലയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഒരു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ. അതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായി. ഇനി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രമല്ല, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് മീൻസ് എന്തൊക്കെയാണ്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്? ബേസിക് ഇൻഡസ്ട്രീസ് ലൈക്ക് സ്റ്റീൽ ഇൻഡസ്ട്രി, നോൺ ഫെറസ് മെറ്റൽസ്, സിമെന്റ്, ഓയിൽ റിഫൈനറീസ് എക്സെട്ര. ഇതെല്ലാം ഫോർ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽപ്പ് ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ ഗ്രാമപ്രദേശത്തെ വ്യവസായ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ച് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. ദെൻ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഫോർ മീറ്റിംഗ്, നമുക്കറിയാം മെഷീനറി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവരുടേതായിട്ടുള്ള മെഷീനറി വേണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക. ദെൻ ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസ് ഉണ്ട്. സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിലിരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, പെട്രോ കെമിക്കൽസ്, റിഫൈനറീസ്, ഇതെല്ലാം റിക്വയർഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് ദ യൂസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ്. നാലാമത് ഇൻഡസ്ട്രി, മെഷീൻ ടൂൾസ്, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, അതുപോലെ തന്നെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കൽസ് which were not reserved for the list of SSI, small scale industries. അത് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബട്ട് ദേ വെർ എസെൻഷ്യൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യവസായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ്. ദെൻ അപ്രോച്ച് ടുവേർഡ്സ് ലാർജ് ബിസിനസ് ഹൗസസ്. നമുക്കറിയാം the growth of large industrial houses was considered disproportionate to the amount of their internally generated resources. മനസ്സിലായോ? പല ഈ വലിയ വ്യവസായ സ്ഥാപനങ്ങളും ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളിൽ മാത്രമല്ല അവർ ആശ്രയിക്കുന്നത്. അവരപ്പോൾ എന്ത് ചെയ്യും? വിത്ത് ദ ബോറോയിങ് ഫ്രം ദ പബ്ലിക്. അത് മാത്രമല്ല പണത്തിൻ്റെ കാര്യത്തിലും അവരുടെ റിസോഴ്സത്തിലുള്ള മോസ്റ്റ് ഓഫ് ദം ഹാവ് ടേക്കൺ ഹെവി ലോൺസ് ഫ്രം ബാങ്ക്സ്, അതുപോലത്തെ സ്ഥാപനങ്ങൾ മേക്കിംഗ് അപ്പ് for the most of their assets. The policy showed that no large business acquired a monopolistic position in the market.
അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിവിൽ കൂടുതലായിട്ട് ബാങ്കിൽ നിന്ന് മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് വൻകിട വ്യവസായ സ്ഥാപനമായിട്ട് വന്നിട്ട് യാതൊരു കാരണവശാലും അത് ഒരു കുത്തകയായിട്ട് വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കരുത്. Then public sector role for expansion. നമുക്കറിയാം the public sector would be the producer of basic goods, both important as well as strategic important ആയിട്ടുള്ള basic goods ഉൽപ്പാദിപ്പിക്കാൻ പബ്ലിക് സെക്ടറിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. And therefore it would act as a stabilizing force in maintaining essential supplies. അപ്പൊ അതൊരു സ്റ്റെബിലൈസ് ചെയ്യുക, ചാഞ്ചാട്ടമില്ലാതെ പിന്നെ വേരിയേഷൻ ഇല്ലാതെ ടു ദ കൺസ്യൂമർ ആസ് വെൽ ആസ് പ്രൊമോട്ട് ആൻസിലറി ഇൻഡസ്ട്രീസ്. കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ ആൻസിലറി ഇൻഡസ്ട്രി മീൻസ് സബ്സിഡിയറി ഇൻഡസ്ട്രീസിനും ബൈ എക്സ്റ്റെൻഡിങ് ടെക്നിക്കൽ. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ആൻസിലറി ഇൻഡസ്ട്രീസിന് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് നമുക്കറിയാം ഇഷ്ടംപോലെ സാധനങ്ങൾ ദേ ആർ ആക്ച്വലി ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ സം അതർ ആൻസിലറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സബ്സിഡിയറി ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് പറയാം ബാറ്ററി, ടയർ, ഇതെല്ലാം ആൻസിലറി ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ മെയിൻ ഡിമാൻഡ് എന്താ? ഓട്ടോമൊബൈൽ, മാരുതി കാർ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഓൾ ദീസ് പ്രൊഡക്ട്സ് ആർ ആക്ച്വലി ബീങ് എന്താണ് അവർ മറ്റു സ്ഥലത്ത് നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദേ ഓൺലി അസംബിൾ ഇറ്റ്. ആൻസിലറി ഇൻഡസ്ട്രീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് for the development of the main industries. Then promotion of technological reliance. The technology are sophisticated and high priority areas as proposed where Indian technology has. അപ്പോൾ ഇന്ത്യൻ ടെക്നോളജി ആവശ്യത്തിന് പിന്നെ ചില വ്യവസായ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് ഇല്ല എങ്കിൽ ആ മേഖലകളെ പൂർണ്ണമായിട്ടും സഹായിക്കുക. ഹൈ ടെക്നോളജി proposed where Indian technology had been adequately. Indian technology sufficient ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്ത മേഖലകളിൽ പുതിയ ടെക്നോളജി അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻ ഏരിയാസ് വെയർ ഫോറിൻ ടെക്നോളജി വാസ് നോട്ട്. ഇനി അത് മാത്രമല്ല, ഇനി പല വ്യവസായ സ്ഥാപനങ്ങളിലും ഫോറിൻ ടെക്നോളജി ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പൊ ആ മേഖലയിൽ ഫോറിൻ ടെക്നോളജിയുടെ റിന്യൂവൽ ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തുക. അപ്രോച്ച് ടുവേർഡ്സ് സിക്ക് യൂണിറ്റ്സ്. സിക്ക് യൂണിറ്റ്സിന്റെ അർത്ഥം എന്താണ്? പീഡിത വ്യവസായ സ്ഥാപനങ്ങൾ. ഓൾദോ മനസ്സിലായോ, പല സ്ഥാപനങ്ങളും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ KSRTC ഭയങ്കര ഭീമമായിട്ടുള്ള നഷ്ടത്തിൽ പോവുകയാണ്, എന്നിട്ട് അവർ പൂട്ടുന്നില്ല. പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളും ഭീമമായിട്ട് നഷ്ടത്തിൽ. FSCT ഇപ്പോഴാണ് കാപ്പറിലായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് FSCTയിൽ ഇപ്പൊ ലാഭം ഉണ്ടായി തുടങ്ങിയത്. അതിനു മുമ്പ് ഭീമമായിട്ട് നഷ്ടമാണ്. നഷ്ടമുണ്ടായിട്ട് അവരൊന്നും പൂട്ടിയൊന്നുമില്ല. കാരണം എന്താണ്? ഇറ്റ് വാസ് മെയിൻലി ടു പ്രൊട്ടക്ട്. ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അന്ന് സ്ഥാപിച്ചത് പ്രധാനമായിട്ടും ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ് ടു ദ പീപ്പിൾ. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നിപ്പോ അവർ പറഞ്ഞു ഞങ്ങളുടെ ആ റോള് പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെന്റിന്റെ റോള് ഗവൺമെന്റ് ഇപ്പൊ മാറി നിൽക്കണേ. ഒരു പോലീസ് ഡ്യൂട്ടിയാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഇപ്പൊ മാറി നിൽക്കണേ, മനസ്സിലായോ? ഗവൺമെന്റ് ഇപ്പൊ മാറി നിൽക്കണേ. അപ്പൊ സ്വകാര്യ വ്യക്തി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, നിങ്ങൾ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാഷ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വല്ല പെറ്റീഷനും കൊണ്ടുവന്നുമ്പോൾ ഞാൻ അതിനകത്ത് ഇടപെടാം. ഇതാണ് ഇപ്പോൾ ഗവൺമെന്റ്. അപ്പൊ മനസ്സിലായോ? ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ദ വാസ് ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ട് കുടം കമത്തി വെച്ചേക്കണ പോലെയാണ്, മനസ്സിലായോ? അറ്റ് ടൈംസ് ഉദാഹരണമായിട്ട് പിന്നെ HMT വൺസ് ഓൺ എ ടൈം എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഇത്രയും വലിയ നല്ലൊരു വ്യവസായ സ്ഥാപനം ഇവിടെ ഈ കളമശ്ശേരി HMT ഏലൂർ കളമശ്ശേരി ബെൽറ്റ് ഉണ്ടായില്ല. ഇതൊക്കെ തരിപ്പണമായിപ്പോയി. എന്തോ ആയിരക്കണക്കിന് 10,000, 12,000, 15,000 ആളുകളൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇപ്പൊ കാടിൽ 300-200 പേരുണ്ട്. അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നത്. FSCTയുടെ അമ്പലമോള് മൊത്തം കാട് പിടിച്ച് പല യൂണിറ്റുകളും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഭീമമാണ്ട നഷ്ടത്തിൽ പോകും. അപ്പോ അറ്റ് ടൈംസ് ഗവൺമെന്റ് ഏതെങ്കിലും ബഡ്ജറ്റിന്റെ അലോക്കേഷനിൽ കൂടി കുറച്ച് പൈസ കൊണ്ടുവന്ന് കൊടുക്കും. അത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും തയ്യൂല. അത് അപ്പം തന്നെ അങ്ങോട്ട് തീരും. അങ്ങനെയായിരുന്നു. അപ്പൊ ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, എത്ര തന്നെ തല്ലിയാലും ഞാൻ നന്നാവൂല അമ്മാവാന്ന് പറഞ്ഞിരിക്കുന്നത്. കുടം കമത്തി വെച്ചിരിക്കുന്നേ, അതിന്റെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിക്കണേ. അപ്പൊ അങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഒരു പരിധി വരെ അവനെ ഉയർത്താനായിട്ട് നോക്കുക. ഇല്ലേ? ഇറ്റ് ഈസ് ബെറ്റർ ടു അലൗ ദം ടു ഡൈ ആൻഡ് ഡിസപ്പിയർ. ഒരു പരിധി വരെ അവരെ രക്ഷിക്കാണ്ട് നോക്കുക. ഇല്ലേ? അവനങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക. ക്രിട്ടിക്സ് പോയിന്റ് ഔട്ട്. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1980. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് വീണ്ടും ശക്തിയോടെ അധികാരത്തിൽ വന്നത്, ഇൻക്രീസിങ്. അപ്പോൾ വീണ്ടും അവർ തിരിച്ചു പോകാൻ പോകുന്നത് 1977 മനസ്സിലായോ? 56 വ്യവസായ സ്ഥാപനം
it was actually being brought by a new government, which is not at all related to the Congress. But industrial policy of 1980 aimed at increasing industrial production through proper utilization of installed capacity and expansion of industries so as to make more goods available to the Indian public at a reasonable. അപ്പോൾ അതിൻ്റെ പോളിസിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വ്യവസായിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ്? ഓരോ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ പലതും ബിലോ കപ്പാസിറ്റിയിലാണ് ഓടുന്നത്. അപ്പം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ ആവശ്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വിപുലീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു മേക്ക് മോർ ഗുഡ്സ് അവൈലബിൾ ഇപ്പം ഇന്ത്യൻ പബ്ലിക്കിന്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് സാധനങ്ങൾ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ. ഞാൻ പറഞ്ഞില്ലേ, വ്യവസായ സ്ഥാപനങ്ങൾ ആദ്യത്തെ രണ്ടും, ആദ്യം പിന്നെ 17 ഇൻഡസ്ട്രീസ്, പിന്നെ അതിനുശേഷം പിന്നെ 13 ഇൻഡസ്ട്രീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ABC കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യവസായങ്ങളെ ഇനി തരംതിരിക്കേണ്ട ആവശ്യമില്ല. 1956 വ്യവസായ നയങ്ങളിലേക്ക് കുറച്ചും കൂടെ കൂട്ടുക എന്നുള്ളതാണ്, മോടി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഫക്റ്റീവ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ നമുക്ക് പറഞ്ഞു. ക്രെഡിബിലിറ്റി, പബ്ലിക് സെക്ടറാണ്, അത് നന്നാകാൻ പോകുന്നത്, ഒരു വിധത്തിൽ നന്നാകാൻ പോകുന്നത്. പബ്ലിക് സെക്ടറാണ്, അതിന് നന്നാകാൻ പോകുന്നില്ല. മെട്രോ ഇവിടെ ഓടുന്നുണ്ട്, കൊച്ചിയിൽ മെട്രോ ഓടുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ, ഇപ്പം എനിക്കറിയാൻ പാടില്ല ഇനി അഥവാ ഏതെങ്കിലും ഉണ്ടാകും, ഞാൻ നേരത്തെ ഈ മെട്രോയ്ക്ക് ഇവിടെ പ്ലാൻ ചെയ്തപ്പോൾ അന്ന് ഞാനൊരു പേപ്പറിൽ വായിച്ചു കൊടുക്കുന്നത്, ലോകത്തിൽ ഒരു മെട്രോയും ലാഭകരമല്ല. ലോകത്തിൽ ഒരു മെട്രോയും ലാഭകരമല്ല. അതേപോലെ ഇപ്പൊ കൊച്ചി മെട്രോ, ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ ഹ്യൂജ് ലോസ്. അന്ന് ഈ മെട്രോന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ നേരത്തേക്ക് ഇക്കണോമിക് ടൈംസിൽ വായിച്ചതാണ്, ലോകത്തിൽ ഒരു മെട്രോയും ലാഭകരമല്ല. അപ്പോൾ ഇഫക്റ്റീവ്, ഇപ്പോൾ പബ്ലിക് സെക്ടറിന്റെ ലോസ്റ്റ് ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക, ടു റിവൈവ് ഇറ്റ്സ് എഫിഷ്യൻസി ആസ് എൻവേജ്ഡ്. Promotion of economic federalism. What is integrated industrial development, removing the divisions between small scale and large scale industries തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. എന്നിട്ട് എന്താണെന്നുണ്ടെങ്കിൽ പല ചെറുകിട വ്യവസായങ്ങളും അവർ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അത് ചിലപ്പോൾ മീഡിയം സ്കെയിൽ ആകാനായിട്ട് അവർക്ക് വേണമെങ്കിൽ ആകാം, പക്ഷെ പലവരും മീഡിയം സ്കെയിൽ വരില്ല. കാരണം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി ഒന്നും മീഡിയം സ്കെയിലിൽ കിട്ടില്ല. പല മീഡിയം സ്കെയിൽ വ്യവസായ സ്ഥാപനങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പം ലാർജ് സ്കെയിൽ വ്യവസായ സ്ഥാപനം വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ അവർ once they reach that particular level, they still prefer to stay in the medium scale industries. Why? Because the subsidies and the grants that are actually being provided by the government, it is restricted first of all to the small scale industries or to the medium scale industries, and may not be available. These subsidies may not be available in the large scale industries. Okay. ഇനി അടുത്തത് റീഡെഫിനിഷൻ ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്. ഇല്ല, ഈ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അന്ന് പറഞ്ഞത് 1 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ളതിനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. അതിൻ്റെ ഇത് മാറ്റുക. എന്താണ്? ലിമിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ടൈനി യൂണിറ്റ്സിന് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ളതാക്കി. സ്മോൾ സ്കെയിലിൻ്റെത് 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി. അതുപോലെ തന്നെ ആൻസിലറി യൂണിറ്റ്സിൻ്റെ 15 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം രൂപയാക്കി. റീജിയണൽ ഡിസ്പാരിറ്റീസ്, ബാക്ക്വേർഡ് റീജിയൻസ്, അത് റൂറൽ എർബൻ ഡിവിഷൻ, ഇതെല്ലാം യഥാർത്ഥത്തിൽ മാറ്റുക. ഇൻ റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഖാദി വർ ടു ബി പ്രൊമോട്ടഡ്. കാരണം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത്. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹയർ പെർ ക്യാപിറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റീജിയണൽ ഡിസ്പാരിറ്റീസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ്, ഖാദി ഇൻഡസ്ട്രീസ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇതിലായോ വലിയ ഫാൻ ഫെയർ ആയിട്ട് കൊണ്ടുവന്നതാണ്. സർക്കാർ ജീവനക്കാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം? ഖാദി ഉപയോഗിക്കണം. ആരുപയോഗിക്കും? ഇവർ ശമ്പളം കൊടുക്കുന്നവർക്കൊന്ന് വാ തുറന്ന് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വലിയ അംബീഷ്യസ് പ്രൊജക്റ്റ് വരും, ഒന്നും നടക്കില്ല. ഖാദി ഉപയോഗിക്കണം. പിന്നെ സ്കൂളുകളിൽ യൂണിഫോം, ഈ കൊച്ചു കുട്ടികളെ നഴ്സറിലേക്ക് പോകുന്ന കുട്ടികളെ ഇവിടം വരെ ഇപ്പോൾ ടൈയൊക്കെ എടുത്ത് കളഞ്ഞ് ഇവിടം വരെ ഇട്ട് ഈ ടെറിക്കോട്ടിൻ്റെ ഏതെങ്കിലും തുണി അല്ലെങ്കിൽ കോട്ടൺ തുണി, ഇത്ര ഹെവി ആയിട്ട് തുണിയൊക്കെ ഇട്ട് ഇപ്പോൾ യൂണിഫോം തയ്പ്പിക്കുന്നതിന് വേണ്ടി ഖാദി നല്ലതാണ്. ഒരു സ്കൂളുകൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല.
കാരണം എന്താണ്, ഖാദി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓണം വരുമ്പോൾ കുറച്ച്, അതുപോലെ ഫെസ്റ്റിവൽ വരുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാരണം ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. ഓഫ് അൺഓതറൈസ്ഡ് എക്സസ് കപ്പാസിറ്റി ഇൻ ദ പ്രൈവറ്റ് സെക്ടർ നമ്മൾ പറഞ്ഞു, മനസ്സിലായോ? എന്താണ് റെഗുലേഷൻ ഓഫ് റെഗുലറൈസേഷൻ ഓഫ് അൺഓതറൈസ്ഡ്. ചില മേഖലയിൽ എക്സസ് കപ്പാസിറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. കാരണം എന്താണ്, അവരുടെ വരുമാനത്തിൽ കൂടുതലായിട്ട് അവർ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക്, കാരണം എന്താണ്, പല പല ബാങ്കുകളിൽ നിന്നും മറ്റു ഇതര സ്ഥാപനങ്ങളിൽ നിന്നും അവർ കടമെടുക്കുകയും അവരുടെ പ്രസ്ഥാനങ്ങൾ വലുതാക്കി വെക്കുകയും ചെയ്യും. പക്ഷെ വാട്ട് ഹാപ്പൻ നൗ, ഇറ്റ് ബിക്കംസ് മൊണോപ്പൊളി. അപ്പോൾ ഈ മൊണോപ്പൊളി കുറക്കുന്നതിന് വേണ്ടിയാണ്, മനസ്സിലായോ, ഏതെങ്കിലും മേഖലയിൽ 25% കൂടുതൽ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനമാണ് നിയന്ത്രിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ ദി എന്താണ് മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിനെ കൊണ്ടുവരും. അത് കൊണ്ടുവന്നു. ദെൻ അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഇപ്പം അത് മാറ്റിയിട്ട് ഇപ്പം ഫെമ ആക്കി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആക്കി. നേരത്തെ അത് ഫെറ ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇനിയിപ്പോൾ അത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആക്കി. എക്സ്പോർട്ട് പ്രൊമോഷൻ നമ്മൾ പറഞ്ഞു, ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ എക്സംപ്ഷൻ ഓഫ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ഫ്രം MRTP ആക്ട്. അപ്പോൾ ഈ MRTP ആക്ടിൽ നിന്ന്, മോണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ടിൽ നിന്ന് വിദേശ നാണയം നേടിത്തരാൻ പറ്റാവുന്ന വ്യവസായങ്ങൾ ഈ ആക്ടിൽ നിന്ന് മാറ്റിക്കളയുക. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് എനർജി, അല്ലെ, ഇലക്ട്രിസിറ്റിയെ മാത്രമായിട്ട് ആശ്രയിക്കാതെ സോളാർ എനർജി ഉണ്ട്, വിൻഡ് പവർ ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്, ടൈഡൽ പവർ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ മേഖലയെല്ലാം എന്ത് ചെയ്യുക, ഡീസെൻട്രലൈസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസ്, ഡെലിബറേറ്റ് മാനേജ്മെന്റ് കൊണ്ട്, ഏതെങ്കിലും ചില സ്ഥാപനങ്ങളുണ്ട് ഡെലിബറേറ്റ് ആയിട്ട് മിസ്മാനേജ് കൊണ്ടാണ്, അല്ലെ, കായംകുളം തെർമൽ സ്റ്റേഷൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറയും, ഇതിൻ്റെ ഇതുപോലെ തന്നെ പ്രിലിമിനറി ആയിട്ട് ചർച്ച നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ എക്കണോമിക്സുകാരാണ്, ഡോക്ടറേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠനവും ഇതൊരു റിപ്പോർട്ടൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലാകുന്നുണ്ടായി. ഐ ഷെയർഡ് വിത്ത് മൈ കൊളീഗ്സ് ഓൾസോ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വയബിൾ, ഇത് ലാഭകരമായിരിക്കില്ല. കാരണം അതിൻ്റെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ അസംസ്കൃത പദാർത്ഥം കോളാണ്, കൽക്കരിയാണ്. ഈ കൽക്കരി കേരളത്തിൽ എങ്ങും കിട്ടാനില്ല. നമുക്ക് ഭോപ്പാലിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും കൊണ്ടുവരണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹെവി ആവും. വെള്ളത്തിൽ നിന്നും കിട്ടുന്ന കറണ്ടിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഓരോ ദിവസവും സർചാർജ് മറ്റേന്ന് പറഞ്ഞ് കൂടി കൊണ്ടുപോവുകയാണ്. പിന്നെയാണ് കൽക്കരിയിൽ നിന്ന് കിട്ടും, അവിടെ നിന്ന് കൊണ്ടുവരുന്ന കൽക്കരിയുടെ വില കൂടും, ട്രാൻസ്പോർട്ടേഷൻ കൂടും, ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില കൂടും, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൂടും. ഇത്തരം ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനായിട്ട് ഇപ്പോഴത്തെ റേറ്റിൽ അവർക്ക് സാധിക്കില്ല. വാട്ട് ഹാപ്പൻ, അത് മെറ്റീരിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അവർ സോളാറിൻ്റെ എന്തോ കാര്യമുണ്ട്, ഫ്ലോട്ടിങ് സോളാർ എന്തൊക്കെ അവിടെ കുറച്ച് കായലും ഇതൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ ഫ്ലോട്ടിങ് സോളാറിൽ കൂടി, സോളാർ പാനലിൽ കൂടി ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ടൈഡൽ പവർ ഉണ്ട്, വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിക്കാർ ഇത്രയും ചാർജ് ചെയ്യണമെങ്കിൽ പിന്നെ അസംസ്കൃത പദാർത്ഥങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് പിന്നെ ഇലക്ട്രിസിറ്റി ചാർജ് എന്തുമാത്രം കൂടുതലായിരിക്കും. ഇൻഡസ്ട്രിയൽ സിക്നസ്, മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാകാം, ഫിനാൻഷ്യൽ ഇൻപ്രോപ്രൈറ്റി, കാരണം പിന്നെ സാമ്പത്തിക തിരിമറി കൊണ്ടാകാം. They should not be tolerated. അതുപോലെ തന്നെ ജെന്യൂൻ സിക്ക് യൂണിറ്റ്സ് വെർ പ്രൊപ്പോസ് ടു ബി മെർജ്ഡ് വിത്ത് ഹെൽത്തി. പിന്നെ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്, ചില ബാങ്കുകൾ വളരെ മോശമായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്ത്, they were forced to merge with the better entities. Dena Bank, say for example, it was operating at a very, very low standard. The Dena Bank was forced to merge with എനിക്ക് തോന്നുന്നു ബാങ്ക് ഓഫ് ബറോഡ. അതുപോലെ തന്നെ ചെറിയ യൂണിറ്റ്സുകളുണ്ടാവും. അത് മിസ്മാനേജ് ഉണ്ടോ, എങ്ങനെ കിട്ടാക്കടമായിട്ടൊക്കെ ഉണ്ടോ, എന്തെങ്കിലും സിക്കാവുകയാണെങ്കിൽ, അതായത് പീഡിത വ്യവസായ സ്ഥാപനം വേണമെങ്കിൽ ഹെൽത്തിയർ വൺസ് ആയിട്ട് അതിനെ മെർജ് ചെയ്യുക. 1980 പോളിസി കൺസിഡറേഷൻ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ഇനി അടുത്തതാണ് 36. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഇത് വലിയൊരു പ്രാധാന്യമുള്ളതാണ്, മനസ്സിലായോ, വലിയൊരു പ്രാധാന്യം. ഇതും കോൺഗ്രസ് ഗവൺമെൻറ്റാണ് തുടങ്ങിയത്. നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക നിധി ഭയങ്കര പരിങ്ങലിലായിരുന്നു. കറക്റ്റ് ഏകദേശം 3 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിനുള്ള പൈസ മാത്രമേ ഇന്ത്യയിൽ വിദേശ നാണയം ഉണ്ടായുള്ളൂ. അൺഎംപ്ലോയ്മെന്റ് വാസ് ഭയങ്കര, റേറ്റ് വാസ് വെരി വെരി ഹൈ. ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ 4%, 3%, 5% ഇവിടെ കിടന്ന് കരച്ചിലാണ്, മുതലാണ്. നേരെ മറിച്ച് അന്ന് 12%
ഇതെല്ലാം കൊണ്ട് IMF നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് നമ്മൾ റിച്ച് ആണെന്ന് കാണിക്കുക. ഇപ്പം ഇന്നത്തെ പേപ്പറിലുണ്ട് സൗദി രാജാവ് പാകിസ്ഥാന് ഇത്ര $1 ബില്യൺ അവരുടെ RBIയിൽ അവരുടെ സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കാണിക്കുക ഇത്ര വിദേശ നാണയത്തിന്റെ ശേഖരം പാകിസ്ഥാനിലുണ്ടെന്ന് കാണിച്ചിട്ട് അതിൻ്റെ അനുവാദമായിട്ടാണ് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഇവർക്ക് ഇനി ലോൺ കൊടുക്കാൻ പോകുന്നത്. ഇനി കൊടുക്കുന്ന ലോണിന്റെ പ്രത്യേകത എന്താണ്? വിദേശ നാണയത്തിന്റെ രീതിയിൽ കൂടെ വിദേശ നാണയത്തിൽ കൂടിയാണ് ലോൺ കൊടുക്കാൻ പോകുന്നത്. നമുക്കന്ന് ഡോളർ ആവശ്യമായിരുന്നു. ഡോളർ ടേംസിൽ നമുക്ക് ലോൺ തന്നു 1991. അങ്ങനെ നമ്മൾ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ മീൻസ് ഉദാരവൽക്കരണം, LPG ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, LP പ്രൈവറ്റൈസേഷൻ ആൻഡ് G ഗ്ലോബലൈസേഷൻ. ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ 1990 ഒരു മേജർ ഡീറെഗുലേഷൻ മെഷേഴ്സ്, ഒന്ന് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസി, ഏകദേശം 18 വ്യവസായ സ്ഥാപനങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞു. അതെല്ലാം മാറ്റിയിട്ട് ലൈസൻസിങ് സിസ്റ്റം അബോളിഷ് ചെയ്തു. ഇനി ഗവൺമെന്റിൽ നിന്ന് സോഫാർ ഇനി ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ഇൻഡസ്ട്രീസ്, ഹസാർഡസ് കെമിക്കൽസ്, സെക്യൂരിറ്റി കൺസേൺസിൽ, സ്ട്രാറ്റജിക് കൺസേൺ, സോഷ്യൽ സെക്ടർ, ഹസാർഡിയസ് സെക്ടർ, എൻവയറമെന്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എലിറ്റിസ്റ്റ് കൺസംഷൻ, ഇങ്ങനെയുള്ള ചില പല അത്യാവശ്യമായ മേഖലകൾ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ ലൈസൻസ് എടുത്തേച്ചാൽ മതി. ബാക്കി എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും ലൈസൻസിങ് സിസ്റ്റം അവർ എടുത്തു കളഞ്ഞു. Then licenses were also needed in certain coal, alcohol, petroleum, sugar, cigarettes, hazardous chemicals, pharmaceuticals. ഇതിനെല്ലാം ഗവൺമെന്റിൽ നിന്ന് ഇപ്പോഴും ലൈസൻസ് വേണം. പക്ഷേ പല വർഷങ്ങളായിട്ട് മെനി ഇൻഡസ്ട്രീസ് ഹാവ് സിൻസ് ബീൻ ഡീലൈസൻസ്ഡ്. ഇപ്പോൾ പല വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, പരമപ്രധാനമല്ലാത്ത പല വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. സം ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് ആർ ആൽക്കഹോൾ, സിഗരറ്റ്, ഹസാർഡസ് കെമിക്കൽസ്, not only few items continuing under the licensing category. ഇനി പോളിസി ഓൺ പബ്ലിക് സെക്ടർ 1991 ഇൻഡസ്ട്രിയൽ പോളിസി എന്താണ്? പബ്ലിക് സെക്ടറിന്റെ കീഴിൽ വരുന്ന 14 നിന്ന് 8 ആക്കി, വീണ്ടും 2015 എത്രയാക്കി? 1953 ദ ഷെഡ്യൂൾ ആർട്ടിഫിഷ്യൽ എനർജി, എന്താണ്? മൈനിങ് ആൻഡ് കോൾ ഇൻഡസ്ട്രീസ്, only 5. ആദ്യം 17 ആയിരുന്നു. 17 നിന്ന് ലൈസൻസിങ് പബ്ലിക് എന്റർപ്രൈസ് പബ്ലിക് സെക്ടറിന്റെ കീഴിൽ 8 ആക്കി. 8 നിന്നും 2015 ആയപ്പോൾ വീണ്ടും അത് 5 ആക്കി. അപ്പോൾ ഈ 5 മേഖലയിൽ മാത്രമേ പൊതുമേഖലയ്ക്ക് അധികാരമുള്ളൂ. ഏതൊക്കെയാണ്? ഡിസ്റ്റിലേഷൻ ആൻഡ് ബ്രൂവിംഗ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, സിഗാർസ്, cigarettes of tobacco, manufactured tobacco substitutes, electronic, aerospace, defense, industrial explosives, etc. 5 വ്യവസായ സ്ഥാപനങ്ങൾ. ഇനി ഇത് കൂടാതെ ഏതെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ക്രോണിക് ആയിട്ട് മീൻസ് പെർമനന്റ് ആയിട്ട് പീഡിത വ്യവസായമാകുകയാണെങ്കിൽ and they are unlikely to be turned around, അവർക്കത് ടേൺ അറൗണ്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ, അത് റിവൈവ് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഈ വ്യവസായ സ്ഥാപനങ്ങളെ BIFR, അത് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, അവരെ റെഫർ ചെയ്യുക. അവരതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ വ്യവസായ സ്ഥാപനത്തിന് റിവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കും, അവർ കണ്ടെത്തും. റിവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ റിപ്പോർട്ട് കൊടുക്കും. ഇറ്റ് ഈസ് ബെറ്റർ ടു അലൗ ദം ടു ഡൈ ആൻഡ് ഡിസപ്പിയർ. അതാണ് എൻ്റെ ഫ്രേസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു അലൗ ദം ടു ഡൈ ആൻഡ് ഡിസപ്പിയർ റാദർ ദാൻ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ പ്രൊപ്പല് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു നാച്ചുറൽ ഡെത്ത് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇനി ഇത് കൂടാതെ മൊണോപ്പൊളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, എന്താണ്? അണ്ടർ ഈ ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1985 എന്ന് പറയാൻ, ഓൾ ഫേംസ് വിത്ത് അസറ്റ്സ് എബവ് എ സർട്ടൻ 100 crore വെർ ക്ലാസിഫൈഡ് ആസ് MRTP. അത് മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, ട്രേഡ് പ്രാക്ടീസസ് കമ്പനികളായിട്ട് കണക്കാക്കുകയും then such firms are permitted only for a selected industries and that too on a case to basis. അപ്പോൾ such firms ഈ വ്യവസായ സ്ഥാപനങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ അത് അനുവാദമുള്ളൂ. ലൈസൻസുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് തുടങ്ങി അവർ ഓരോ വ്യവസായ സ്ഥാപനങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ കേസ് ടു കേസ് ബേസിസ് അവർ അതിനെക്കുറിച്ച് പഠനം നടത്തും. ഇത് കൂടാതെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ത്രെഷോൾഡ് ലിമിറ്റ്സ് ഓഫ് അസറ്റ്സ്, ഇത്ര കോടി രൂപ
മുതൽമുടക്ക് ഉണ്ടാവണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ MRTP കമ്പനികളിൽ ഈ ഒരു നിബന്ധന പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി എടുത്തു കളയുകയും ചെയ്തു. ആൻഡ് എംഫസിസ് ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടു ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് വിത്ത് മൊണോപ്പൊളീസ്. ഞാൻ നേരത്തെ പറഞ്ഞു 25 ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം 25% കൂടുതൽ അവരുടെ പ്രൊഡക്റ്റ് ആണ് അതിന് കുത്തകയാണെങ്കിൽ then these companies, the new industrial policy are therefore is now identified. എന്താണത്? In the amended MRTP Act amend ചെയ്തിരിക്കുന്നത്, ഭേദഗതി ചെയ്തിരിക്കുന്നത് emphasis has been shifted to taking appropriate action against with the monopolies. അപ്പോൾ ഈ MRTP ആക്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. ഏതെങ്കിലും ഒരു കമ്പനി 25% കൂടുതൽ പ്രൊഡക്റ്റ് അവരുടെ കുത്തകയായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ MRTP കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. പോളിസി ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 51%. ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അലൗസ് ഓട്ടോമാറ്റിക്കൽ അപ്രൂവൽ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ് ടു 51%. ഇത്ര നാൾ 1948-ലും 56-ലും 77-ലും 80-ലൊക്കെ ഉണ്ടായ വ്യവസായ സ്ഥാപന നയങ്ങൾ പറഞ്ഞത് യാതൊരു കാരണവശാലും 49% കൂടുതൽ ഇവർക്ക് ഓണർഷിപ്പ് പറ്റില്ല. പക്ഷേ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി പറഞ്ഞത് എനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ദേ ക്യാൻ ബി അലൗഡ് ടു ഹാവ് ദ ഫോറിൻ, ദർ ഇസ് എൻ ഓട്ടോമാറ്റിക് അപ്രൂവൽ ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ് ടു 51% ഫോറിൻ ഇക്വിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വിദേശീയർക്ക്, വിദേശ രാജ്യങ്ങൾക്ക്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഏത് സ്ഥാപനങ്ങൾ നടത്തും. ചില സ്ഥലത്ത് 73%, ചില സ്ഥലത്ത് 100% ഫോറിൻ ഇക്വിറ്റി ഉണ്ട്. പാർട്ട് ബൈ പാർട്ടായിട്ടാണ് കൊടുക്കുന്നത്. ചിലത്ത് 23% ഉണ്ട്, 33% ഉണ്ട്, 41% ഉണ്ട്, അതുപോലെ 73% ഉണ്ട്, പിന്നെ 100% ഉണ്ട്. Capital goods, metallurgical, entertainment having significant export potential. 100% foreign direct investment is allowed in. 100% വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്കോ വിദേശ രാജ്യങ്ങൾക്ക് നിക്ഷേപം നടത്താനായിട്ട് അവകാശമുണ്ട്. ഇതിനു വേണ്ടിയാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ട്. നമ്മുടെ കാക്കനാട് ഉണ്ട്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ട് ഫോർ ഓൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പവർ സെക്ടർ, വിദ്യുത് ശക്തിക്ക് വേണ്ടിയിട്ട്, ഓയിൽ റിഫൈനറി, ടെലികോം സെക്ടർ ഫോർ സം ആക്ടിവിറ്റീസ്. അതിന് ഓഫ് ഷോർ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, വിദേശ കാര്യങ്ങളിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം. കമ്പനീസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഡൊമസ്റ്റിക് വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിങ്സ്. ദെൻ റിമൂവൽ ഓഫ് മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസ്. എന്താണിത്? ലാർജ് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് ഫൈനാൻസ്ഡ് ബൈ ലോൺസ് included a mandatory convertibility clause. എന്താണ് ഈ ക്ലോസ്? എന്താ പറയുന്നത്? ഫോർ ദ ഓപ്ഷൻ ഓഫ് കൺവേർട്ടിംഗ് പാർട്ട് ഓഫ് ദ ലോൺസ് ഇൻ ഇക്വിറ്റി. ഇത് എന്താണ് ഞാൻ പറഞ്ഞത്? സിമ്പിളായിട്ട് പറഞ്ഞത്, പല കമ്പനികൾ ഇത് പറഞ്ഞ പണ്ട് തൊട്ട് തന്നെ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനത്തിനൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറേ NPAs ഉണ്ട്. NPA നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താണ് അസറ്റ് വിച്ച് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഇൻകം ഫോർ ദ ബാങ്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പല കമ്പനികളും പൂട്ടുന്നതിൻ്റെ വക്കത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താണ് പറയുന്നത്? നിങ്ങൾ കാര്യം ചെയ്യും, ഞങ്ങളുടെ പണം തിരിച്ചു തരണ്ട, പക്ഷെ നിങ്ങളുടെ കൈവശമുള്ള ഓഹരികളുണ്ട്, ആ ഓഹരിയായിട്ട് ഞങ്ങൾക്ക് തന്നേച്ചാൽ മതി. ഇത് ഒരിക്കലും ലാഭമാണ്. കാരണം വളരെ ഓഹരിയുടെ വില വളരെ താഴ്ത്തി അവർക്ക് മേടിക്കുകയും ചെയ്യാം. കമ്പനി ഏതെങ്കിലും കാരണവശാൽ റിവൈവ് ചെയ്യുമ്പോൾ ഈ ഓഹരിക്കൊക്കെ നല്ല വില കിട്ടും, അവർക്കത് മേടിച്ചിട്ട് പോവുകയും ചെയ്യും, അവർ വിറ്റിട്ട് പോവുകയും ചെയ്യും. യെസ് ബാങ്ക് ഇതേപോലത്തെ പ്രശ്നമാണ് ഉണ്ടായത്. യെസ് ബാങ്ക് മനസ്സിലായോ? കമ്പനികൾ പറഞ്ഞു പിന്നെ ബാങ്ക് പൊളിയാൻ പോയതാ. അതിനകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു കൺസോഷ്യം ബാങ്ക് ഇവരെ ബെയിൽ ഔട്ട് ചെയ്തു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകി ബാങ്കിന്റെ പ്രവർത്തന രൂപത്തിലാക്കി. അതിനുശേഷം അവർക്കെല്ലാം ആവശ്യത്തിന് ഓഹരികൾ കൊടുത്ത് അത് ലോക്ക് ഇൻ പീരീഡിൽ കൊടുത്തു. അത് കുറച്ച് നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ മാർച്ച് 31 ആയപ്പോൾ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞു. ഇപ്പോൾ അത് സാധാരണ ഒരു ഓഹരി പോലെ, യെസ് ബാങ്കിന്റെ ഓഹരി പോലെ അവർക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യാം. ഇതിനെ പറഞ്ഞാൽ കൺവേർട്ടബിലിറ്റി, റിമൂവൽ ഓഫ് മാൻഡേറ്ററി ക്ലോസ് കൺവേർട്ടബിലിറ്റി. Then the new industrial policy 99 thus opposed the proposed liberalization, globalization, privatization in industrial sector. ഇനി ട്രെൻഡ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. നമുക്ക് പ്രധാനമായിട്ട് 4 നമുക്ക് ഇൻഡസ്ട്രിയൽ വ്യവസായ സ്ഥാപനങ്ങളുടെ വളർച്ചയെ നമുക്ക് പ്രധാനമായിട്ട് 4 നമുക്ക് തരംതിരിക്കാം. ഒന്ന് 1951 തൊട്ട് 65 വരെയുള്ള കാലഘട്ടം. ഇതിനകത്ത് നമ്മുടെ പഞ്ചവത്സര പദ്ധതി, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി, മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പോയി. അന്ന് നമ്മൾ കാര്യമായിട്ട് ഞാൻ ഇത് ആദ്യം തന്നെ ജിസ്റ്റ് പറഞ്ഞുതരാം.
കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയാണ് വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടായത്. അതിനുശേഷം 65 തൊട്ട് 70 ഒരു 15 വർഷക്കാലം ഡീസലറേഷൻ, ഒരു മാന്യം സംഭവിച്ചു. ഇന്ത്യയുടെ വ്യവസായ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ ഒരു മാന്യം സംഭവിച്ചു. അതിനുശേഷം 1980, 81 തൊട്ട് 90 വരെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായി. അതായത് പ്രയർ ടു ദ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991 ആണ്. ചെറിയ ഘട്ടത്തിലുള്ള ചെറിയ റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വ്യവസായിക വളർച്ചയിൽ കാര്യമായിട്ടുള്ള ഒരു മുരടിച്ച ഉണ്ടായില്ല, ഒരു വളർച്ച ഉണ്ടായിരുന്നു. പക്ഷേ 91-92 കാലത്തിന് ശേഷം ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങൾക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് അതാണ് ഫേസ് 1 1951 തൊട്ട് 55 വരെ. മനസ്സിലായോ? ഇൻഡസ്ട്രീസ് ടൈം നമ്മൾ പറഞ്ഞു, ഷുഗർ, വെജിറ്റബിൾ ഓയിൽ, കോട്ടൺ ടെക്സ്റ്റൈൽ, ജൂട്ട് ടെക്സ്റ്റൈൽ, അയൺ, സ്റ്റീൽ, ജനറൽ എഞ്ചിനീയറിംഗ്, എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലും ഇവരാണ് കൂടുതലും തൊഴിലവസരങ്ങൾ കൊടുത്തിരുന്നത്. ഏകദേശം അവർ പറയാണ് 87% ഓഫ് ദ ടോട്ടൽ വാല്യൂ ആഡഡ് ആൻഡ് 86% ടോട്ടൽ എംപ്ലോയ്മെന്റും ഈ മുകളിൽ പറഞ്ഞ പല മേഖലകളിൽ നിന്നാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ആവറേജ് ആനുവൽ ഗ്രോത്ത് 5.7% ഇൻ ദ പീരിയഡ്. അത് 1951 തൊട്ട് 55 വരെ. പിന്നെ അതിനുശേഷം അത് 7.2% കൂടി ഓവർ ദ പീരിയഡ് ഓഫ് 55-60. 5 വർഷം കൊണ്ട് 55 തൊട്ട് 60 വരെ ഏകദേശം 7 കൂടി. അത് മാത്രമല്ല, ദ ഗ്രോത്ത് റേറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ വർ മാർക്ക്ഡ് ഇൻ ദ ട്രെൻഡ്സ്. 1957 there had been a shift towards metal industries. അതുപോലെ തന്നെ എന്താണ് മെഷീനറി ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. ദെൻ സെക്കൻഡ് 5-year പ്ലാൻ ഓൺവേർഡ്സ് എന്താണ് ഒരു കൂടുതൽ പ്രാധാന്യം അലൂമിനിയം, കെമിക്കൽ ഇൻഡസ്ട്രീസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് കൊടുത്ത്. മൂന്നാമതായിട്ട് തേർഡ് എംഫസിസ് വാസ് ഓൾസോ അക്കോർഡഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് പ്ലാൻ പീരിയഡ്. ഇതിനാണ് ടു ഹെവി ഇലക്ട്രിക്കൽ കെമിക്കൽസ് ഇൻഡസ്ട്രീസ്, ഹെവി ഫൗണ്ടറി ഫോർജ് ഇതുപോലത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയും. ദെൻ the allocation proposed planned expenditure of these industries were 70%. ഏകദേശം പ്ലാന്റ് എക്സ്പെൻഡിച്ചർ 70% സെക്കൻഡ് പ്ലാനിൽ, 80% തേർഡ് പ്ലാനിൽ. ദ ഡെവലപ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഓയിൽ എക്സ്പ്ലോറേഷൻ, ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ സസ്റ്റൈനിങ് goods and industrial product. Expansion of the production of the consumer goods on a significant scale was proposed in the private sector.